കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു ജന ഔഷധി കേന്ദ്രം എങ്ങനെ തുടങ്ങാം? ജനറിക് മരുന്നുകൾ കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജന ഔഷധി പരിയോജന (PMBJP). ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങാനും നല്ല വരുമാനം നേടാനും സാധിക്കും. എന്താണ് ജന ഔഷധി കേന്ദ്രം? കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാർമസിയാണിത്. സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ഇവിടെ നിന്ന് ലഭിക്കും. ജനറിക് മരുന്നുകൾ കൂടാതെ സർജിക്കൽ ഉപകരണങ്ങൾ, സാനിറ്ററി നാപ്കിനുകൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഇവിടെ ലഭ്യമാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം? വ്യക്തികൾ, NGOകൾ, ട്രസ്റ്റുകൾ, സൊസൈറ്റികൾ, ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവർക്കെല്ലാം ജന ഔഷധി കേന്ദ്രം തുടങ്ങാൻ അപേക്ഷിക്കാം. യോഗ്യതകളും ആവശ്യമായ നിക്ഷേപവും. വിദ്യാഭ്യാസം. നിങ്ങൾക്ക് D.Pharm അല്ലെങ്കിൽ B.Pharm ബിരുദമുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ബിരുദമുള്ള ഒരു ഫാർമസിസ്റ്റിനെ നിയമിക്കാവുന്നതാണ്. സ്ഥലം. കുറഞ്ഞത് 120 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു കടമുറി വേണം. ഇത് വാടകയ്ക്കെടുത്തതോ സ്വന്തമായതോ ആകാം. എളുപ്പത്തിൽ ആളുകൾക്ക് എത്താൻ കഴിയുന്ന സ്ഥലത്തായിരിക്കണം കട. ലൈസൻസുകൾ. ഡ്രഗ് ലൈസൻസും GST രജിസ്ട്രേഷനും നിർബന്ധമാണ്. നിക്ഷേപം. ഒരു ജന ഔഷധി കേന്ദ്രം തുടങ്ങാൻ ഏകദേശം 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് മുതൽ മുടക്ക് വരുന്നത്. കടയുടെ വാടക, അഡ്വാൻസ്, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, ഫ്രിഡ്ജ് എന്നിവയ്ക്കാണ് ഈ തുക വേണ്ടിവരുന്നത്. സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ. സർക്കാർ ഈ പദ്ധതിക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. പ്രോത്സാഹനങ്ങൾ. സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ, മുൻ സൈനികർ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലോ ദ്വീപുകളിലോ താമസിക്കുന്നവർക്ക് 2 ലക്ഷം രൂപ വരെ പ്രത്യേക പ്രോത്സാഹനം ലഭിക്കും. ഇതിൽ ഫർണിച്ചറിനും മറ്റ് സൗകര്യങ്ങൾക്കുമായി 1.5 ലക്ഷം രൂപയും കമ്പ്യൂട്ടർ, പ്രിന്റർ, ഇന്റർനെറ്റ് എന്നിവയ്ക്ക് 50,000 രൂപയും ഉൾപ്പെടും. പ്രതിമാസ ഇൻസെന്റീവ്. എല്ലാ മാസവും നടക്കുന്ന വിൽപ്പനയുടെ 20% ഇൻസെന്റീവായി ലഭിക്കും. ഒരു മാസം പരമാവധി 10,000 രൂപയാണ് ഇങ്ങനെ ലഭിക്കുക. ഇത് മൊത്തം 5 ലക്ഷം രൂപ എത്തുന്നതുവരെ തുടരും. മറ്റ് സഹായങ്ങൾ. ജനറിക് മരുന്നുകൾ, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, പരിശീലനം, കടയുടെ രൂപകൽപ്പന, മാർക്കറ്റിംഗ്, ബ്രാൻഡിംഗ് എന്നിവയിലെല്ലാം സർക്കാരിന്റെ പിന്തുണയുണ്ടാകും. വരുമാനം എങ്ങനെ? ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ നിന്ന് 20% ലാഭം ലഭിക്കും. ഇതിനു പുറമെ സർക്കാരിൽ നിന്നുള്ള ഇൻസെന്റീവുകളും ചേരുമ്പോൾ നല്ലൊരു വരുമാനം നേടാൻ സാധിക്കും. എങ്ങനെ അപേക്ഷിക്കാം? ജന ഔഷധി കേന്ദ്രം തുടങ്ങാൻ janaushadhi.gov.in എന്ന വെബ്സൈറ്റ് കയറി അപ്ലൈ ഫോർ കേന്ദ്ര എന്ന സെക്ഷൻ ഓപ്പൺ ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുക. 5,000 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ പിന്നോക്ക വിഭാഗക്കാർക്കും വനിതാ സംരംഭകർക്കും ഈ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഗുണങ്ങളും വെല്ലുവിളികളും. ഗുണങ്ങൾ. സർക്കാരിന്റെ പിന്തുണ, കുറഞ്ഞ നിക്ഷേപം, നിശ്ചിത ലാഭ മാർജിൻ. വെല്ലുവിളികൾ. വിൽക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളുടെ പട്ടിക നിശ്ചിതമാണ്. മത്സരം കൂടുതലായിരിക്കാം. വലിയ വിൽപ്പന ലഭിക്കാൻ തിരക്കേറിയ സ്ഥലങ്ങൾ ആവശ്യമാണ്. കുറഞ്ഞ മുതൽ മുടക്കിൽ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാനും സമൂഹത്തിന് പ്രയോജനകരമാവാനും ആഗ്രഹിക്കുന്നവർക്ക് ജന ഔഷധി കേന്ദ്രം ഒരു മികച്ച അവസരമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്.